ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സച്ചിയുടെ യാത്രയയപ്പ് അവിടെ നടക്കുകയായിരുന്നു. മനസ്സിൽ ഒരല്പം ഭാരവും എന്നാൽ പുറമേ കാണിക്കാത്ത ഗൗരവവുമായി സച്ചി നിൽക്കുന്നു. ലക്ഷ്മിയും ദേവവും അവനെ യാത്രയക്കാൻ മുൻവശത്തുണ്ടായിരുന്നു. സച്ചിയുടെ മുഖത്തെ ആ ഒരു ഗൗരവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീട്ടിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളുടെ ബാക്കി പത്രമാണെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ടറിയാം. യാത്ര പറഞ്ഞ് സച്ചി ഇറങ്ങുമ്പോൾ ലക്ഷ്മിയുടെ നോട്ടം മഹേഷിന്റെ നേർക്കായി. മഹേഷ് ഒരു നെടുവീർപ്പോടെ അവളെ നോക്കി. കുറച്ചു നാളായിട്ട് രണ്ടുപേരും സച്ചിയും രേവതിയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ പോവുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കാരണം വീണ്ടും പഴയതുപോലെ ആയല്ലോ എന്നൊരു പേടി ലക്ഷ്മി തന്റെ ആശങ്ക പങ്കുവച്ചു. അവളുടെ സ്വരത്തിൽ കുറ്റബോധത്തിന്റെ നിഴലുണ്ടായിരുന്നു. മഹേഷ് അവളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം പറഞ്ഞു, നീ വെറുതെ വിഷമിക്കേണ്ട ലക്ഷ്മി. സച്ചി അങ്ങനെയാണ്. അവന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോടാണ് അവൻ വാശിയും ദേഷ്യമൊക്കെ കൂടുതൽ കാണിക്കുന്നത്. അവനറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉറ്റവർ ചെയ്തു കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ കഴിയില്ല. അതാണ് ഈ കാണിക്കുന്ന ദേഷ്യമല്ല. പക്ഷേ അത് അധിക നേരം നിൽക്കില്ല. മഞ്ഞുരുകുന്നത് പോലെ അത് മാറിക്കോളും. ലക്ഷ്മി തലയാട്ടി. എങ്കിലും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവൾ ഓർമ്മിപ്പിച്ചു. ശരത്തിന്റെ കാര്യം സച്ചിക്ക് അവനോട് ദേഷ്യമില്ല. പക്ഷേ അവന്റെ കൂട്ടുകെട്ടുകൾ അതാണ് സച്ചിയെ ചൊടിപ്പിക്കുന്നത്. മോശം കൂട്ടുകെട്ടിൽ പെട്ടുപോകുമോ എന്ന ഭയമാണ് സച്ചിയുടെ ദേഷ്യത്തിന് പിന്നിൽ. സ്നേഹം ദേഷ്യമായി കാണിക്കാനേ അവൻ അറിയാവുള്ളൂ. മഹേഷിനോട് യാത്ര പറഞ്ഞ് ദേവുവിനെയും കൂട്ടി ലക്ഷ്മി അവിടെ നിന്നും മടങ്ങി. അവരുടെ മടക്ക യാത്രയിലും സച്ചിയുടെയും രേവതിയുടെയും മുഖങ്ങളായിരുന്നു ലക്ഷ്മിയുടെ മനസ്സിൽ. നഗര തിരക്കുകൾക്കിടയിൽ ശ്രുതിയുടെ ഷോറൂം സജീവമായിരുന്നു. അവിടേക്ക് രണ്ട് സ്ത്രീകൾ കടന്നു വന്നു. ടീച്ചർമാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന വേഷധാരണം. കച്ചവടത്തിനായുള്ള വരവാണെന്ന് കരുതി ശ്രുതി അവരെ സമീപിച്ചു. എന്താ വേണ്ടത്, എന്തൊക്കെയാ നോക്കുന്നത്? ശ്രുതിയുടെ ചോദ്യത്തിന് മറുപടിയായി അവരൊന്ന് പുഞ്ചിരിച്ചു. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല കുട്ടാ. ഞങ്ങൾ അടുത്തൊരു പുതിയ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ ഇറങ്ങിയതാണ്. അവരിലൊരാൾ പറഞ്ഞു. കുട്ടികൾ, സ്കൂൾ എന്നീ വാക്കൊക്കെ കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖത്ത് അപ്രതീക്ഷിതമായൊരു തിളക്കം വന്നു. അവൾ ആവേശത്തോടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. ഏത് ക്ലാസ് വരെയുണ്ട്? എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഫീസ് ഘടന എങ്ങനെയാണ്? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ചേർക്കാൻ അന്വേഷിക്കുന്നത് പോലെ ശ്രുതിയുടെ ആവേശം കണ്ട് ടീച്ചർമാർ കൗതുകത്തോടെ ചോദിച്ചു, മാഡത്തിന് അതിന് കുട്ടികളുണ്ടോ? ആരെങ്കിലും ചേർക്കാനുണ്ടോ? ആ ചോദ്യത്തിനു മുന്നിൽ ശ്രുതി ഒന്ന് പതറി. എങ്കിലും അത് മറച്ചു വെച്ചവൾ ചോദിച്ചു, ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നാ മതിയല്ലോ. അപ്പോഴേക്കും ശ്രുതിയുടെ ഭർത്താവ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ആരാ ശ്രുതി? കസ്റ്റമേഴ്സ് ആണോ? അല്ല, ടീച്ചേഴ്സാണ്. സ്കൂളിന്റെ കാര്യം പറയാൻ വന്നതാ. ശ്രുതി പരിചയപ്പെടുത്തി. ടീച്ചർമാർ ബ്രോഷർ നീട്ടി. അയ്യോ, ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല, ശ്രുതി പറഞ്ഞു. ഇനി കുട്ടികളായിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ ചേർക്കാൻ പറ്റൂ. അവർ പോയതിനു ശേഷം ശ്രുതി ആ ബ്രോഷർ തന്നെ നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ ഒരു കുഞ്ഞ്, അതിന്റെ സ്കൂൾ പഠനം, അങ്ങനെ 1000 കിനാവുകൾ വിരിഞ്ഞു. ശ്രുതി, നീ ഇടയ്ക്കിടയ്ക്ക് പറയാല്ലേ സ്വപ്നത്തിൽ കുഞ്ഞുങ്ങൾ വരുന്നു എന്ന്? ഇതെല്ലാം നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രുതി പറഞ്ഞു. എന്റെ ഫ്രണ്ട് ആനന്ദ് ഒരു ജോത്സ്യനെ കുറിച്ച് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഇത് കേട്ട ശ്രുതിക്ക് ദേഷ്യം വന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഡോക്ടറല്ലേ കാണേണ്ടത്, അല്ലാതെ ജോത്സ്യനെയൊന്നുമല്ലല്ലോ. ജാതകം നോക്കി സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല ശ്രുതി, അവൾ തീർത്തും പറഞ്ഞു. അവൻ ചിരിച്ച്, ആ എന്നാ ശരി, നമുക്ക് ഗോവയിലേക്ക് പോയാലോ? ഒരു ചേഞ്ച്, കുറച്ച് റിലാക്സേഷൻ ആവും. തിരിച്ചു വരുമ്പോഴേക്കും ഒരു പക്ഷേ. അവൻ കണ്ണിറക്കി. ശ്രുതിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ആദ്യം കസ്റ്റമേഴ്സിനെ നോക്ക്, അവൾ അത്രയും പറഞ്ഞ് അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവളും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു മാറ്റം, ഒരു കുഞ്ഞ്. അതേസമയം സച്ചിയുടെ പിണക്കം മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു രേവതി. അയൽപക്കത്തെ ചേച്ചിമാരോട് അവൾ കാര്യങ്ങൾ വിവരിച്ചു. സച്ചിക്ക് ദേഷ്യം വന്നതിൽ അങ്ങനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല രേവതി, ഒരു ചേച്ചി പറഞ്ഞു. ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ നീ പോയത് ശരിയായില്ല. സച്ചി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു കട ഇട്ട് തന്നു, വണ്ടി വാങ്ങിച്ചു തന്നു. അങ്ങനെ ഒരാൾ പറയുന്നത് അനുസരിക്കേണ്ട ബാധ്യത നിനക്കുണ്ട് രേവതി. രേവതി സങ്കടത്തോടെ പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, പക്ഷേ അതെന്റെ സ്വന്തം അനിയന്റെ കാര്യമായി പോയില്ലേ. അവൻ അവിടെ ഒറ്റക്കാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോവുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് രേവതിയുടെ ഫോണ് ബെല്ലടിച്ചത്. അമ്മയാണ്. സച്ചിയുടെ ദേഷ്യം മാറിയോ എന്നറിയാനുള്ള വിളിയായിരുന്നു അത്. അമ്മയോട് സത്യാവസ്ഥ പറയാൻ രേവതിക്ക് കഴിയില്ല. സച്ചിയേട്ടന്റെ ദേഷ്യമൊക്കെ മാറിയമ്മേ, ഇന്നലെ രാത്രി തന്നെ എല്ലാം സംസാരിച്ചു തീർന്നു എന്ന് അവൾ കള്ളം പറഞ്ഞു. എന്നാൽ അമ്മ പറഞ്ഞ മറുപടി അവളെ ഞെട്ടിച്ചു. നീ എന്തിനാ മോളെ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാനിപ്പോ സച്ചിയെ കണ്ടിട്ട് വരികയാണ്. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ എല്ലാ ദേഷ്യവും മാറിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ടതോടെ രേവതി ആകെ തകർന്നു പോയി. അമ്മ സച്ചിയെ കണ്ട കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയോ എന്നവൾ ഭയന്നു.
അമ്മ ഫോണ് വെച്ചതിന് ശേഷം അവൾ ചേച്ചിമാരോട് ഉപദേശം തേടി. ഇനി ഞാൻ എന്ത് ചെയ്യും ചേച്ചി? മുതിർന്ന ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനൊരു വഴിയുണ്ട്. ആണുങ്ങളുടെ ദേഷ്യം മാറാൻ ഏറ്റവും നല്ല വഴി അവളുടെ വയറാണ്. സച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അന്നേരം മീൻകറി എന്ന് രേവതി പറയും. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഇന്ന് വൈകുന്നേരം തന്നെ നല്ല അസല് മീൻകറി അങ്ങ് ഉണ്ടാക്കി വെക്ക്. ആ രുചിയിൽ ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കിട്ടും. നീ ധൈര്യമായിട്ട് പോയി ഉണ്ടാക്ക്. ആ ഉപദേശം രേവതിക്ക് വലിയൊരു ആശ്വാസമായി. സച്ചിയുടെ ഇഷ്ടം വീണ്ടെടുക്കാൻ ഒരു സ്വാദിഷ്ടമായ മീൻകറി അവൾ ഉണ്ടാക്കി വെച്ചു. സച്ചി തന്റെ ടാക്സിയുമായിട്ട് യാത്രയിലായിരുന്നു. ഒരു സ്ത്രീയാണ് പാസഞ്ചർ. കാറിൽ കയറിയതു മുതൽ അവർ നിർത്താതെ കരയുകയായിരുന്നു. സച്ചിക്ക് അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. എന്താ ചേച്ചി, എന്തു പറ്റി? വണ്ടിയിൽ കയറിയ മുതൽ നിങ്ങൾ നല്ല കരച്ചിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയാം. സ്വന്തം അനിയനെയാച്ച് കണ്ടാ മതി. സച്ചി ചോദിച്ചു. ആ സ്ത്രീ അന്നേരം കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നമാണ് മോനെ. ഏട്ടൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അപ്പോ ഏട്ടനെ കാണാൻ പോവാണ് ഞാന്. അതിനെതിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? ഒരു പനിയല്ലേ, അത് മാറിക്കോളും. അന്നേരം ആ ചേച്ചി പറയുന്നത്, അസുഖമൊന്നുമല്ല മോനെ പ്രശ്നം. എന്റെ ഭർത്താവും ഏട്ടനും തമ്മിൽ വർഷങ്ങളായി മിണ്ടാറില്ല. പണ്ട് നടന്ന ഒരു ചെറിയ വഴക്ക്, അതിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഏട്ടനെ കാണാൻ പോവരുതെന്ന്. ഇത്രയും നാൾ ഞാൻ അനുസരിച്ചു. പക്ഷേ ഇപ്പോൾ ഏട്ടൻ വയ്യാതെ കിടക്കുകയാണ്. എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല. ഭർത്താവ് അറിയാതെയാണ് ഞാൻ പോകുന്നത്. നാളെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അവർ തുടർന്നു. പെണ്ണായി ജനിച്ചാൽ പിന്നെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീടാണ് എല്ലാം എന്ന് പറയും. എന്നെ വളർത്തി വലുതാക്കിയ ഏട്ടനെ ഞാൻ കാണാൻ പാടില്ല എന്ന് പറയാൻ ഭർത്താവിന് എന്താ അവകാശം? രണ്ടു പുരുഷന്മാരുടെ ഈ വാശിക്ക് നടുവിൽ പെട്ടുപോകുന്നത് നമ്മൾ സ്ത്രീകളാണ്. ആ സ്ത്രീയുടെ വാക്കുകൾ സച്ചിയുടെ ഹൃദയത്തിൽ തറച്ചു. രേവതി പറഞ്ഞതും താൻ അവളോട് ചെയ്തതും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. രേവതിയും ഇതുപോലെ തന്നെയല്ലേ ചെയ്തത്? സ്വന്തം അനിയനെ കാണാൻ പോയതിനല്ലേ താൻ അവളോട് പിണങ്ങി നടക്കുന്നത്? ആ സ്ത്രീയുടെ കണ്ണുനീർ സച്ചിയുടെ കണ്ണ് തുറക്കിപ്പിച്ചു. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യം അവനിൽ ഉണർന്നു. യാത്ര കഴിഞ്ഞ് സച്ചി വർക്ക്ഷോപ്പിലേക്ക് മടങ്ങി. അവിടെ മഹേഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചിയുടെ മുഖഭാവം കണ്ട് മഹേഷിന് കാര്യം പിടികിട്ടി. എന്താടാ, മൂഡ് ഓഫ് ആണല്ലോ? രേവതിയുമായിട്ടുള്ള പ്രശ്നം തന്നെയാണോ? മഹേഷ് ചോദിച്ചു. സച്ചി കാറിലെ യാത്രക്കാരിയുടെ കാര്യം മഹേഷിനോട് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി മഹേഷ്. ഞാനും രേവതിയോട് ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? മഹേഷ് സച്ചിയുടെ തോളിൽ കൈവച്ചു. നീ ചിന്തിക്കുന്നത് ശരിയാണ് സച്ചി. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. രേവതിയെപ്പോലെ ഒരു ഭാര്യയെ കിട്ടാൻ നീ പുണ്യം ചെയ്തിട്ടുണ്ട്. നിന്റെ ഏട്ടനുമായിട്ടായിരുന്നു അവളുടെ കല്യാണ നിശ്ചയം നടന്നത്. എന്നിട്ടും അവൾക്ക് നിന്നെയോ നിന്റെ വീട്ടുകാരെയോ വെറുക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിന്റെ അമ്മ അവളെ എത്രമാത്രം കുറ്റപ്പെടുത്തുന്നു. എന്നിട്ടും അവൾ എപ്പോഴെങ്കിലും നിന്റെ അമ്മയോട് മിണ്ടരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മഹേഷിന്റെ ഓരോ ചോദ്യവും സച്ചിയുടെ മനസാക്ഷിക്ക് നേരെയായിരുന്നു. അവൾ തന്റെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം സഹിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കും വാശികൾക്കും കൂട്ടു നിൽക്കുന്നു. എന്നിട്ടും പാവം അവളുടെ അനിയനെ ഒന്ന് കാണാൻ പോയതിന് നീ എന്തിനാടാ അവളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീ കാണിക്കുന്നത് ആണുങ്ങളുടെ വെറും ഈഗോ മാത്രാണ്. അത് കളഞ്ഞ് നീ അവളോട് പോയി സംസാരിക്കാൻ നോക്ക്. മഹേഷിന്റെ വാക്കുകൾ സച്ചിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൻ സമ്മതിച്ചു. രേവതിയോട് മാപ്പ് പറയണമെന്നും പിണക്കം മാറ്റണമെന്നും അവൻ തീരുമാനിച്ചു. വീട്ടിലെത്തിയപ്പോൾ രേവതി സച്ചിക്കായി സ്പെഷ്യൽ മീൻകറി തന്നെ തയ്യാറാക്കിയിരുന്നു. അതിന്റെ മണം വീടാകെ പരന്നു. വർഷയാണ് ആദ്യം എത്തിയത്. ഹായ്, എന്ത് നല്ല മണമാണ്. ആന്റി, ഈ മീൻകറി എങ്ങാനും പുറത്തു നിന്ന് വാങ്ങിച്ചതാണോ എന്ന് വർഷ വന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു. അന്നേരം ചന്ദ്രമതി പുച്ഛത്തോടെ പറഞ്ഞു, ഓ, നിന്റെ പ്രിയപ്പെട്ട രേവതി ചേച്ചി ഉണ്ടാക്കിയതാണത്. വർഷ നേരെ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ഓടിക്കയറി. കറി രുചിച്ചു നോക്കിയ അവൾ അത്ഭുതപ്പെട്ടു. സൂപ്പർ ചേച്ചി, ഇതുപോലത്തെ ഒരു മീൻകറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിന്റെ ഈ ഗ്രേവി മാത്രം മതി ചോറുണ്ടാന്. വർഷയുടെ പുകഴ്ത്തിൽ ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നാലെ ശ്രുതിയും ശ്രീകാന്തും രവിയും എല്ലാവരും എത്തി. രേവതിയുടെ മീൻകറി വാനോളം പുകഴ്ത്തി. അമ്മേ, അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് ഇതിന്, ശ്രീകാന്ത് പറഞ്ഞു. ശ്രുതി പറയുന്നത് ശരിക്കും ഒരു മാജിക് ഉണ്ട് രേവതിയുടെ കയ്യില്. എല്ലാവരും പുകഴ്ത്തുന്നത് കേട്ട് ചന്ദ്രമതിക്ക് അസൂയ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ഉപ്പ് കൂടുതലാണെന്ന് ചന്ദ്രമതി കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ മറ്റുള്ളവരൊന്നും തന്നെ അതിന് സമ്മതിച്ചില്ല. ഉപ്പൊക്കെ കറക്റ്റ് ആണമ്മേ, അമ്മക്ക് BP ഉള്ളത് കൊണ്ട് തോന്നുന്നതായിരിക്കും, വർഷ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഭക്ഷണമേശയിൽ ചിരിയും വർത്തമാനങ്ങളും നിറഞ്ഞു. എല്ലാവരും വയറ് നിറയെ കഴിച്ച് പാത്രങ്ങളെല്ലാം കാലിയാക്കി. രേവതി മാത്രം കഴിച്ചില്ല. അവൾ സച്ചിക്കായി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും കഴിച്ചെണീറ്റപ്പോൾ കറി തീർന്നു പോയിരുന്നു. അയ്യോ, ചേച്ചിക്ക് കറി ബാക്കിയില്ലല്ലോ, വർഷ സങ്കടപ്പെട്ട് പറഞ്ഞു. സാരമില്ല, ചട്നി ഉണ്ടല്ലോ, ഞാൻ സച്ചിയേട്ടൻ വരുമ്പോൾ കഴിച്ചോളാം, രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മനസ്സ് നിറയെ സച്ചി വരുന്നത് കാണാനുള്ള ആഗ്രഹമായിരുന്നു.
രാത്രി വൈകി സച്ചി മെല്ലെ കടന്നു വന്നു. രേവതി അവനെ കാത്തു മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സച്ചി വന്നപാടെ ഒരു പൊതി രേവതിക്ക് നേരെ നീട്ടി. ഇതെന്താ? രേവതി അത്ഭുതത്തോട് ചോദിച്ചു. നിനക്കിഷ്ടപ്പെട്ട ഹലുവയാണ്, കഴിക്ക്. സച്ചിയുടെ ശബ്ദത്തിൽ ആ പഴയ ഗൗരവമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, സ്നേഹം മാത്രമായിരുന്നു. സ്നേഹത്തോടെ സച്ചി രേവതിക്ക് ആ ഹൽവ നീട്ടുന്ന സമയത്തിന് രേവതിക്ക് ഒരുപാട് സന്തോഷായി. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ഓ, വഴക്കുണ്ടാക്കി പോയ അവനിപ്പതേ ഭാര്യയ്ക്ക് ഹലുവയുമായി വന്നിരിക്കുന്നു, അവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. സച്ചി ശാന്തനായി പറഞ്ഞു. വഴക്കൊക്കെ ഉണ്ടായിരുന്നു അമ്മേ, പക്ഷേ ഇപ്പൊ ഇല്ല. രേവതി ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. അവൾ അവളുടെ അനിയനെ കാണാനല്ലേ പോയത്, അതിലെന്താ തെറ്റ്? ശരത്തിനോട് എനിക്കൊരു ദേഷ്യമില്ല, അവന്റെ കൂട്ടുകെട്ടിനോട് മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ. ഇനി അതിന്റെ പേരിൽ ഞാൻ രേവതിയെ വിഷമിപ്പിക്കില്ല. സച്ചിയുടെ വാക്ക് കേട്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കാത്തിരിപ്പിനും സ്നേഹത്തിനും ഫലം കണ്ടിരുന്നു. സച്ചിക്ക് രേവതി മാറ്റിവെച്ച് ആ ഒരു മീൻകറി എടുത്ത് നൽകി. ബാക്കി എല്ലാവരും കൂടി കറി തീർത്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും കിട്ടില്ലെന്ന്. സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സച്ചിയേട്ടന് തരാതെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെ രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്കിടയിലെ ആ ഒരു വലിയ മഞ്ഞുരുകി. സച്ചി ഭക്ഷണം കഴിച്ചു. രേവതി സച്ചി കൊണ്ടുവന്ന ഹലുവയുടെ ഒരു കഷ്ണമെടുത്ത് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവരുടെ സ്നേഹം കണ്ട് ചന്ദ്രമതി അസൂയയോടെ അവിടെ നിന്നും മാറി നിന്നു. ഇത് കണ്ട് രേവതി ബാക്കി ഹൽവയുമായി ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഇന്നലെ അമ്മക്ക് ഹൽവ കഴിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഹലുവയുടെ പാത്രം അമ്മക്ക് നേരെ നീട്ടി. ഒരു മധുര പ്രതികാരം പോലെ, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു മറുപടി പോലെ. രേവതിയുടെ ആ പ്രവൃത്തിക്കു മുന്നിൽ ചന്ദ്രമതിക്ക് മറുവാക്കുണ്ടായിരുന്നില്ല. അവർ മുഖം തിരിച്ചുപോയി. രേവതിയും സച്ചിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആ രാത്രി അവരുടെ സ്നേഹം മധുരം കൊണ്ട് നിറഞ്ഞു.